ഹേയ് ഗായ്സ്, അപ്പോൾ ഇന്നലെ പറഞ്ഞ് നിർത്തിയതിൻ്റെ ബാക്കി കുറേ സാധനങ്ങളൊക്കെ അടുക്കി പറക്കി വൃത്തിയാക്കി വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അമ്മേൻ്റെ അനിയത്തി എനിക്ക് തന്ന ഡ്രസ്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അലക്കി ഉണക്കി വെച്ചിട്ടുണ്ട്. പിന്നെ 2 കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ. ഒരു ഷാമ്പുവും കണ്ടീഷണറും വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്ന് യൂസ് ചെയ്തിട്ടോ. ഇന്ന് രാവിലെ റൂം മാറി താഴത്തെ വിളിച്ച് കഴിഞ്ഞപ്പോൾ യൂസ് ചെയ്തായിരുന്നു. കൊള്ളായിരുന്നു. അതുപോലെ തന്നെ 2 പാഡും വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതിൽ ഞാൻ ഉപയോഗിച്ച തീർന്ന ലിപ്സ്റ്റിക്കിൻ്റെ ബോട്ടിൽസും അങ്ങനെ കുറച്ച് സാധനങ്ങളാണ്. അല്ലറ ചില്ലറ സാധനങ്ങൾ പറയില്ലേ, അങ്ങനെ കുറച്ച് സാധനങ്ങളായിരുന്നു. പിന്നെ സാധനങ്ങളൊക്കെ ഒതുക്കി ഒരു സൈഡിലേക്ക് വെച്ചു. ഇനിയും ടേബിളിൻ്റെ മുകളിൽ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. അത് രാവിലെ എനിക്ക് ആവശ്യമുള്ളതും പിന്നെ അരി, അതുപോലെ ഓരോ എന്തൊക്കെയോ ഉണ്ട്, ഉപ്പിലിട്ടതും കുക്കറൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഒരു ചാക്കിലാക്കി വെച്ചു. ഒരു ചാക്ക് ഞാൻ വീട്ടിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്നായിരുന്നു അരി ഇട്ടുകൊണ്ട് വന്നത്. ആ ചാക്കിൽ എല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പിലിട്ടതൊക്കെ ഞാൻ അവിടെ തന്നെ വെച്ചു. രാവിലെ എന്തായാലും താഴത്തേക്ക് പോകാൻ നേരത്തൊരു ബാഗിലേക്ക് ഇട്ടാൽ മതിയല്ലോ, അത് വിചാരിച്ചിട്ട് വെച്ചിട്ടുണ്ടായി. അതിനിടയ്ക്ക് പിന്നെ അതിൻ്റെ അലമാരീൻ്റെ മുകളിൽ എന്തൊക്കെയുണ്ടായി ഞാൻ കാണാത്ത, അതും എടുത്ത് വെച്ചു. പിന്നെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലെയും പിന്നെ ഉള്ളത് കുറേ പാത്രങ്ങളുണ്ടായിരുന്നു. എല്ലാ പാത്രവും എടുത്തിട്ട്, ഉപയോഗിച്ച പാത്രം ഉണ്ടായിരുന്നു, പിന്നെ ഉപയോഗിക്കാത്ത പാത്രം ഉണ്ടായിരുന്നു, എല്ലാം എടുത്ത് അതേപോലെ തന്നെ കഴുകി വെച്ചു. പിന്നെ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം യൂസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ആഴ്ച ഞാൻ ലീവ് എടുത്ത ടൈമിൽ ഒരു പ്രാവശ്യം യൂസ് ചെയ്തായിരുന്നു. അലോവേരേൻ്റെ ജെല്ലെല്ലാം കുറച്ച് വെള്ളം ഒഴിച്ച് ജെല്ലെല്ലാം പിഴിഞ്ഞ് നന്നായിട്ട് അരിച്ചെടുക്കുക. അതിനകത്തേക്ക് കുറച്ച് ഒരു സ്പൂൺ ഉലുവ ഇട്ടിട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ട് നമ്മൾ കുളിക്കുന്നതിന് മുമ്പേ തലയിൽ നന്നായിട്ട് സ്കാർപ്പിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. നല്ലൊരു തണുപ്പും ഉണ്ടാവും. എൻ്റെ ഹെയറിന് ഏകദേശം ഓക്കെ കേട്ടോ. എല്ലാവർക്കും പറ്റുമെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ജലദോഷവും തൊണ്ടവേദനയൊക്കെ നീരിറങ്ങുന്നവർക്കൊന്നും അത് പറ്റില്ല. ഒരുപാട് നേരമൊന്നും വെക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇല്ലാത്തവർക്കൊക്കെ ഓക്കെ ആയിരിക്കും. അത് ഞാൻ അങ്ങനെ എടുത്ത് സോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ പാത്രം ഓരോന്നായി കഴുകാൻ തുടങ്ങി. പിന്നെ കുറേ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കളയണം. പിന്നെ ഓരോ പാത്രമായി കഴുകി മതിയായിരുന്നു. പിന്നെ എല്ലാം ഒരു സൈഡിലേക്ക് മൂലക്കിലേക്ക് വെച്ചിട്ട് പിന്നെ ഞാൻ കിടന്നുറങ്ങി. അപ്പോൾ ഓക്കെ.